അഞ്ചാം ഭാവമായ ബുധൻ 2-ലോ 5-ലോ സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയിൽ എപ്പോഴും ബിസിനസ് ചിന്താഗതിയുണ്ട്. അപ്പൊ ഇവിടെ ദശാകാലത്തിൽ കൂടുതൽ നമുക്ക് ഉപകാരപ്രദം എന്ന് പറയുന്നത് വ്യാഴനും ശനിയുമാണ്. പിന്നെ ബുധനും ഗുണം ചെയ്യും. ബുധന് ഈ ഭാവത്തിൽ വരണം. നമസ്കാരം, ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. നക്ഷത്ര വിശേഷം ഇനിയിപ്പോ പറയാൻ പോകുന്നത് മകര നക്ഷത്രത്തിനെ കുറിച്ചാണ്. മകര നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത, ഭാർഗവരാമൻ പരശുരാമന്റെ ജനിച്ച നക്ഷത്രമാണ്. ഇവരൊക്കെ ക്ഷിപ്രകോപികളാണ്. ഇടവത്തിൽ വരുന്ന മകേരാരെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഗണം ദേവഗണം, യോനി ശ്രീയോനി, ഭൂതം ഭൂമി, ഋഷൻ കരിങ്കാലി. ഇവിടെ ജന്മം എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് കുജദിശയിലാണ് ജന്മം. അപ്പൊ അര വരുന്നത് കൊണ്ട് ഇവർക്ക് 1-ാം പാദം 2-ാം പാദം വരുന്നത് ഇടവത്തിലാണ്. അപ്പൊ ഇടവത്തിൽ വരുന്ന മകര നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് കുറച്ച് 6-6.5 വയസ്സ് വരെ കുജദിശയായിരിക്കും. അപ്പൊ ഇതിൽ എങ്ങനെ പറയാം, ചില കുട്ടികളിൽ ബാലാരിഷ്ടത വരാനുള്ള അവസരം കാണുന്നു. കുജൻ ആഗ്നേയ ഗ്രഹമാണ്, ചൂട് ഗ്രഹം. അപ്പൊ പെട്ടെന്നുള്ള പനി വരാനോ, ചിലർ ഉദ്ദേശിക്കുക അയ്യോ മകര നക്ഷത്രത്തിൽ ഒരു കുഞ്ഞുണ്ട്, 4 വയസ്സായി, എപ്പോഴും അസുഖമാണ്, എപ്പോഴും പനിക്കും. അപ്പൊ അത് കുജന്റെ ഒരു ഇതാണ്. ആ ദിശാകാലം മുഴുവൻ ഇപ്പൊ 4 വയസ്സ് വരെ ആണെങ്കിൽ 4 വയസ്സ് വരെ ബാലാരിഷ്ടതയാണ്. ചില കുട്ടികൾക്ക് 6 വയസ്സ് വരെ ഉണ്ടെങ്കിൽ 6 വയസ്സ് വരെ ബാലാരിഷ്ടത വരും. അത് കുജന്റെ സ്ഥിതി നീചനായി കഴിഞ്ഞാൽ, കർക്കിടകത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അനുഭവം ഉണ്ടാവും. അല്ലെങ്കിൽ ശത്രുക്ഷേത്രം. ഇപ്പൊ 2-ലെ ബുധന്റെ വീട്ടിലെ സ്ഥിതിയാണെങ്കിലും കന്നിയിലെ സ്ഥിതിയാണെങ്കിലും കന്നിച്ചുമായി കടലിൽ മറ്റ ചെയ്യുന്ന പറയും. അപ്പം കുജദിശ അത്ര നന്നല്ല. പിന്നെ കുജൻ കഴിഞ്ഞ് പറഞ്ഞ രാഹു, കുംഭ രാഹു, മീന രാഹു, മേട രാഹു, വൃശ്ചിക രാഹു ഒക്കെ ദോഷവശമല്ല. അപ്പൊ ഇവർക്ക് ഇപ്പം 6 വയസ്സ് നമുക്ക് കുജ ദശയുടെയാണെങ്കിൽ 18 വർഷമാണ് രാഹുവിന്റെ ദശാകാലം. അപ്പൊ 24 വയസ്സ് വരെ രാഹു ദശാകാലം ആ ജനിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഈ കാലയളവ് വലിയ മെച്ചം പറയാനില്ല. ചില കുട്ടികൾക്ക് 22 വയസ്സ് 23 വയസ്സ് വരെയൊക്കെ രാഹു ദശാകാലം, അതത്ര മെച്ചം പറയാൻ ഇല്ല. ഇതിൽ ശുഭഗ്രഹമായ വ്യാഴ ദശാകാലം വരുമ്പോൾ നല്ല സ്ഥിതിയിലാണെങ്കിൽ, ഇടവത്തിന് 11-ൽ ഗുരു വരുന്നതും ചിങ്ങത്തിൽ 4-ാം ഭാവം ഗുരു വരുന്നതൊക്കെ വളരെ പ്രത്യേകതയാണ്. ഇപ്പൊ മിഥുനത്തിൽ വന്നു കഴിഞ്ഞാലും അത്ര ദോഷം പറയാൻ പാടില്ല. ഉച്ചനായി 3-ൽ വന്നാലും വളരെ ദോഷമല്ല. മകര വ്യാഴനാണെങ്കിൽ ദോഷമാണ്. ധനു വ്യാഴ ഉച്ച സ്വക്ഷേത്രനാണ് ആയതുകൊണ്ട് 8-ാം ഭാവം അത് ദോഷം ചെയ്യും. അപ്പൊ ഇടവരാശിക്കാർക്ക് ചിലപ്പോൾ ലഗ്നമൊക്കെ മാറി വരാനുള്ള അവസരമുണ്ട്. അപ്പൊ മാസം നോക്കിയാണെങ്കിൽ മകയിരം, വൃശ്ചികത്തിലെ മകയിരം വരുന്നത് പക്ഷബലമുണ്ട്. ധനുവിലെ മകയിരം, മകരത്തിലെ മകയിരം, കുംഭമകയിരം, മീനമകയിരം, മേടമകയിരം ഒക്കെ മാസമാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ പക്ഷബലമുണ്ട്. അപ്പൊ ചന്ദ്രബലം. അപ്പൊ ഇവര് ഉന്നതി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 24 വയസ്സിന് ശേഷം വ്യാഴ ദശാകാലം ഉന്നതിയിലെത്താം. അപ്പൊ മീനത്തിലൊക്കെ വ്യാഴന്റെ സ്ഥിതി വന്ന് ആ ദശാകാലം നടക്കുകയാണെങ്കിൽ ജലരാശി, UK USA ഒക്കെ പോയുള്ള ഒരു പഠനമോ പഠനം കഴിഞ്ഞ ഒരു ജോലി സാധ്യത ഇതൊക്കെ സംഭവിക്കും കുട്ടികൾ. വിവാഹാധികാരികൾ നോക്കിയാണെങ്കിൽ രജ്ജുദോഷമുള്ള നക്ഷത്രമാണ്. 9 നക്ഷത്രം ചേർക്കാൻ പാടില്ല. അത് ജ്യോത്സ്യമായിട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇപ്പം വിസ്താരം പറയുന്നില്ല. അത് കഴിഞ്ഞ് വരുന്ന ശനി ദശ. ശനി ഇപ്പൊ ഉച്ചഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ വളരെ പ്രത്യേകതയാണ്. മകരകുംഭ ശനിയും വളരെ പ്രത്യേകതയാണ്. മീനശനിയും ജലരാശിയാകിയാൽ പുറത്തു പോകാനുള്ള യോഗം. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത, ക്ഷിപ്രകോപികളാണ്. ചില അവസരങ്ങൾ ഇവരില്ലാതാക്കും. അതായത് ഒരു ആലസ്യത, എപ്പോഴും മുൻകോപി. എന്ത് പറഞ്ഞാൽ ആരും ഉപദേശം ഒന്നും ഇവർ കേൾക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല ഈ മകര നക്ഷത്രക്കാർ. അപ്പൊ ഇവിടെ വിവാഹ കാര്യത്തിലാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. രജ്ജുദോഷമുള്ള നക്ഷത്രമാണ്. 9 നക്ഷത്രം ചേർക്കാൻ പാടില്ല. പിന്നെ 2-ാം നാൾ 3-ാം നാൾ അതും ചേർക്കാൻ പാടില്ല. പിന്നെ പഠനത്തിനേക്കാളും കൂടുതൽ ഇവർക്ക് ബിസിനസ് മേഖലയിൽ വരാൻ താല്പര്യം കാണും. 5-ാം ഭാവമായ ബുധൻ 2-ലോ 5-ലോ സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയിൽ എപ്പോഴും ബിസിനസ് ചിന്താഗതി. മകര നക്ഷത്രങ്ങൾ കൂടുതലും ബിസിനസ് ചിന്താഗതി ഉള്ളവരാണ്. പിന്നെ ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റിലൊക്കെ അമിത താല്പര്യം കാണിക്കുന്നവർ. ചിലർ ഗെയിം കളിക്കാനുള്ള താല്പര്യം, അത് കുട്ടികളിൽ വളരെ ശ്രദ്ധ വേണം, അതിലേക്ക് വിട്ടുകളയരുത്. അപ്പൊ ഇവിടെ ദശാകാലത്തിൽ കൂടുതൽ നമുക്ക് ഉപകാരപ്രദം എന്ന് പറയുന്നത് വ്യാഴനും ശനിയുമാണ്. പിന്നെ ബുധനും ഗുണം ചെയ്യും. ബുധന് ഈ ഭാവത്തിൽ വരണം. നീചനാവാൻ പാടില്ല. 11-ൽ നീചഭംഗം ഭവിച്ചു കഴിഞ്ഞാൽ ദോഷമല്ല. അപ്പൊ ഇവരുടെ ദശാകാലം മുഴുവനും നമുക്ക് നോക്കുകയാണെങ്കിൽ വ്യാഴനും ശനിയുമാണ് ഇവർക്ക് ഗുണം. അത് നടുഭാഗത്താണ്. ഇവർക്ക് ഒരു 30 വയസ്സിലൊക്കെയാണ്
24-30 ആ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ 24 വയസ്സിൽ തന്നെ തുടങ്ങുന്നു നമുക്ക് കണക്കൂട്ടിയാലും വ്യാഴം 16 വർഷം, ശനി 19 വർഷം മുതൽ 17 വർഷം. ഈ 3 ദശാകാലവും നിങ്ങൾക്ക് വളരെ ശോഭനമായിരിക്കും. ശുഭമസ്തു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.